അപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞു. കഴക്കൂട്ടത്തിൽ നടക്കാൻ പോകുന്ന വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്താണ് ഇനി അവസാന മണിക്കൂറുകളിൽ കടകംപള്ളി സുരേന്ദ്രന് പറയാനുള്ളത്? കാര്യം ഇക്കുറി വളരെ പ്രധാനപ്പെട്ട ഏറ്റവും തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട മത്സരമാണ് കഴക്കൂട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിൽ വളരെയധികം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും 10 വർഷം തുടർച്ചയായിട്ട് ജനപ്രതിനിധിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒരു വാശിയേറിയ പോരാട്ടത്തിൽ അവസാന ലാപ്പ് കഴിയുമ്പോൾ എന്താണ് പ്രതീക്ഷകളെന്നും കൊട്ടിക്കലാശത്തിലെ ആവേശം ഏത് തരത്തിൽ വോട്ടായി മാറുമെന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമ്മളോട് വിശദീകരിക്കും. അപ്പോൾ സ്വാഗതം. എങ്ങനെയുണ്ട് ഈ അവസാനത്തെ ഈ കൊട്ടിക്കലാശോടെ കഴിയുമ്പോൾ എന്താണ് പ്രതീക്ഷ? വലിയൊരു പോരാട്ടം നടക്കുകയാണ്. എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയം നടന്ന് സ്ഥാനാർത്ഥിയായിട്ട് അതുവരെ MLA ആയിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ദിവസം മുതൽ ഇതുവരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 3 ആഴ്ചക്കാലം തുടർച്ചയായി ആവേശം, അത് നമ്മുടെ പാർട്ടി സഖാക്കളുടെ മാത്രമല്ല, LDF പ്രവർത്തകരുടെ മാത്രമല്ല, സാധാരണ വോട്ടർമാരുടെ വരെ ആവേശം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇന്നലെയും മെനിയാന്നും ഇന്നുമൊക്കെ ആയിട്ട് അതിൻ്റെ പാരമ്യതയിലെത്തി എന്നുള്ളതാണ്. ഇന്നലെ ഒരു റോഡ് ഷോ നടന്നു. രാവിലെയും വൈകുന്നേരവുമായിട്ട് നടന്ന ആ റോഡ് ഷോ എന്ന് പറയുന്നത് 1000 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വലിയ ചലനം സൃഷ്ടിച്ച റോഡ് ഷോ ആയിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായിരിക്കാം ഇന്ന് വളരെ ആവേശകരമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശം ഈ സ്വീകാര്യത്തിൽ നടന്നിരിക്കുകയാണ്. നമ്മുടെ സഹാക്കളും നമ്മുടെ പ്രവർത്തകന്മാരും നമ്മുടെ വോട്ടർമാരും എല്ലാം വളരെ പ്രതീക്ഷയിലാണ്. എനിക്ക് തുടക്കം മുതൽ തന്നെ നല്ല പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വർദ്ധമാനമായ തോതിൽ ഉയരുകയാണ്. നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ വിജയം എനിക്കുണ്ടാകും. 2016-ലും 2021-ലും ഇവിടെ നിന്ന് മത്സരിച്ചപ്പോൾ നമ്മുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 2021 ആയപ്പോഴേക്ക് 23,000-ത്തിലധികം 24,000-ത്തോളം വരുന്ന വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സംശയമില്ല, അതിനേക്കാൾ അധികം ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ, വോട്ടർമാർ വിജയിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയം പറയാനായിട്ട് ദൗർഭാഗ്യവശാൽ BJPക്കോ കോൺഗ്രസിനോ ആയില്ലെന്നുള്ളതാണ്. അതെ, വ്യക്തി അധിക്ഷേപം ഒരുപാട് അരങ്ങേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. സർവ്വസാധാരണമായി നമ്മൾ കാണാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കാതെ അവർ വ്യക്തി കേന്ദ്രീകൃതമായ ആക്രമണങ്ങളിലാണ്. ഒപ്പം തന്നെ പല പ്രചരണങ്ങളും മാധ്യമങ്ങളിലൂടെ വന്ന ഒരു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ പഴയ വിഷയങ്ങളാണ് ചർച്ചയായത്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും സംശയ കാര്യത്തിലില്ല. ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നവരാണ്. അവർ തുടക്കത്തിൽ കത്തിച്ചത് ശബരിമല വിഷയമായിരുന്നു. ശബരിമല വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെയായി എന്നവർക്ക് ബോധ്യമായി. 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പ്രിയപ്പെട്ട നേതാവും ശബരിമലയിലെ ഏറ്റവും ദൈവത്തിനോട്, അയ്യപ്പനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കരുതുന്നതുമായിട്ടുള്ള തന്ത്രി അകത്തായി. അതോടുകൂടി അവരുടെ ഈ സ്വർണ്ണ കവർച്ചയെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവരുടെ ടോൺ മാറി എന്നുള്ളതാണ്. പിന്നെ ഹൈക്കോടതിക്കെതിരായിട്ടും ഹൈക്കോടതി നിയോഗിച്ച SITക്കെതിരായിട്ടും സമരം നടത്തുന്നതിന് പകരം എൻ്റെ വീട്ടിലേക്കും പിണറായി വിജയൻ്റെ വീട്ടിലേക്കും സമരം നടത്തുന്ന നിലയിലേക്ക് അവർ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുകയാണ്. യഥാർത്ഥ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആ കുറ്റവാളികളുടെ കൂട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന വലിയ പ്രമാണികന്മാരും കൂടെ അതിനകത്ത് പെടുന്നു എന്ന് കണ്ടപ്പോൾ BJPക്ക് ഹാലിളകി. ആക്ച്വലി അദ്ദേഹം BJPയുടെ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം BJPയുടെ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടലല്ല BJPയുടെ ഉദ്ദേശമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. തന്ത്രിയെ പിടിച്ചപ്പോൾ വല്ലാതെ വേവലാതി കൊണ്ടപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി കുറ്റവാളിയെ പിടികൂടലല്ല, ആരെയെങ്കിലുമൊക്കെ കുറ്റവാളിയാക്കി അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നതെന്ന് ഈ മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ബോധ്യമായതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ മറ്റു പല കാര്യങ്ങളും അവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയവും, അതും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്, വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ വികസനവും രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത്. ഇവരെക്കുറിച്ച് പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. അതൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളല്ല ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യേണ്ടത്. ഇവർ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത പാതകം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല.
ഞങ്ങളുടെ നാട്ടിലെ മുല്ലൂരിലെ കടകംപള്ളിയിലെ ഒരു ചെറിയ അമ്പലമുണ്ട്. ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും പോയി തൊഴുന്ന അമ്പലം. അവര് ഭദ്രകാളി പ്രതിഷ്ഠയുള്ള അമ്പലമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ തന്ത്രി പിന്നെ പൂജാരി, ആകെ ഒരു പൂജാരിയേ ഉള്ളൂ, വേറെ രണ്ടാമതൊരു പൂജാരിയൊന്നും അവിടെ ഇല്ല. ആ പൂജാരി അവിടെ തിടപ്പള്ളിയിൽ തന്നെ തൂങ്ങി മരിക്കാൻ ഇടയായി. സ്വാഭാവികമായിട്ടും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അത് അന്വേഷിക്കുകയാണ്. എന്താണ് അദ്ദേഹം അവിടെ തൂങ്ങി മരിക്കാൻ ഇടയായ കാര്യം? അത് ദൗർഭാഗ്യകരമാണ്, നമുക്കെല്ലാം പ്രയാസം ഉളവാക്കുന്നൊരു കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാരണം ഉണ്ടാവുമല്ലോ അത്തരം ഒരു സംഗതിക്ക്. അതിനെ രാഷ്ട്രീയമാക്കാൻ ഞാനും 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടുത്തെ ഉത്സവ ദിവസം അവിടെ ഒന്ന് ചെറിയൊരു പൊങ്കാല ഉണ്ടായിരുന്നു. കുറച്ചാളുകൾ മാത്രമുള്ള ഒരു അമ്പലമാണ്, ചെറിയൊരു പൊങ്കാലയാണ്. ഞാൻ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് ഞാനവിടെ രാവിലെ പോയിട്ട് ഞാൻ പിന്നെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരികളായിട്ട് അന്നുണ്ടായിരുന്ന എന്നോടൊപ്പം പഠിച്ചിരുന്നതായിട്ടുള്ള ഇന്ന് അമ്മമ്മമാരൊക്കെ ആയിട്ടുള്ള 3-4-5 പേര് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിനകത്ത് കയറി പൂജാരിയെ കണ്ട് പൂജാരി എനിക്ക് കുറേ നേരം നിൽക്കേണ്ടി വന്നു. എനിക്ക് കാര്യം പൂജാരി പിന്നെ മറ്റെന്തോ ശ്രദ്ധയിലായിരുന്നു, അത് എന്നെ കാണുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല. കുറച്ചു നേരം അവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പൂജാരി പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ എന്നെ വണങ്ങി നേരെ അകത്ത് കയറി തീർത്ഥജലം എടുത്തുകൊണ്ട് വന്നു. എൻ്റെ കയ്യിലേക്ക് ഞാനിങ്ങനെയാണ് കൈനീട്ടി തീർത്ഥം വാങ്ങുന്നത്. ഞാൻ ഈ അമ്പലത്തിൽ മാത്രമല്ല, ഞാനൊരു 1000-ൽ പരം അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഞാൻ പോകാത്തൊരു അമ്പലവും യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് പ്രധാനപ്പെട്ട അമ്പലങ്ങളൊന്നുമില്ല. ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് സർവ്വ അമ്പലങ്ങളിൽ പോവുകയും വിശ്വാസികളുടെ വിശ്വാസത്തിന് അനുസരണമായി അവരുടെ വിശ്വാസത്തിനൊരു ഭംഗവും വരാത്ത തരത്തിൽ പെരുമാറുകയും ചെയ്ത ഒരാളാണ് ഞാൻ തീർത്ഥം വാങ്ങി. ആ തീർത്ഥജലം എനിക്കറിയാം. ഞാൻ എൻ്റെ അമ്മയോടൊപ്പം സഞ്ചരിച്ച അമ്പലങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്. അമ്മ ചെയ്യുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ തീർത്ഥം വാങ്ങി, തീർത്ഥത്തിൽ നിന്ന് കുറച്ച് ഭാഗം കുടിച്ചു. എന്നിട്ട് ബാക്കി ഭാഗം ഞാൻ അമ്മ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, തലയിൽ തേച്ച് ഞാൻ അവിടെ നിന്നു. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിവേദ്യം അത് തന്നു. ഞാൻ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പ്രവർത്തകരോടൊപ്പം പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരെന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അവിടുത്തെ ഉത്സവത്തിൻ്റെ അന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. അത് എനിക്ക് അന്ന് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് പിന്നെ ഞാൻ ഹോസ്പിറ്റലായി പോയി. കനത്ത പനിയും അത് ചുമയും ഒക്കെ പിടിച്ചിട്ട് ഞാൻ അനന്തപുരി ആശുപത്രിയിലായി പോയി. അതുകൊണ്ട് എനിക്ക് അവിടെ പങ്കെടുക്കാൻ സാധിച്ചില്ല. ആ വിവരം ഞാൻ അവരെ അറിയിച്ചിരുന്നു. അവരത് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്തു. അന്ന് എനിക്ക് തരാൻ വെച്ചിരുന്നതിലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അവർ ആ മൊമെൻ്റ് എടുത്തുകൊണ്ട് വന്ന് എന്നെ ദേവാലയത്തിൻ്റെ അമ്പലത്തിൻ്റെ അതിനോട് ചേർത്ത് നിർത്തി പൊന്നാടി അണിയിച്ച് മൊമെൻ്റോയും തന്ന് വളരെ സന്തോഷത്തോടു കൂടി വിജയിച്ചു വരുമെന്നെല്ലാം, തെരഞ്ഞെടുപ്പിലെ വിജയിച്ചു വരും, അപ്പോഴത്തേക്ക് ഞാൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരുന്നു, വിജയിച്ചു വരുമെന്നെല്ലാം ആശംസിച്ച് എൻ്റെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ പറഞ്ഞയച്ചതാണ്. പക്ഷേ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മുൻകൈയെടുത്ത് ഒരു യഥാർത്ഥത്തിൽ ഒരു സിനിമ കഥ പോലൊരു കഥയുണ്ടാക്കി എന്നുള്ളതാണ്. പെട്ടെന്നൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വീഡിയോയിൽ കാണുന്നതായിട്ടുള്ള അമ്പലം അതാണോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ അമ്പലമല്ല, അത് യഥാർത്ഥത്തിൽ തട്ടിക്കൂട്ടിയ ഒരു സംഗതിയാണ്. അതിലൊരു പൂജാരി സംസാരിക്കുകയാണ്. അവിടുത്തെ പൂജാരിയാണെന്ന് പറഞ്ഞാണ് പുള്ളി സംസാരിക്കുന്നത്. ഞാൻ അതന്വേഷിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പൂജാരിയെ ഉണ്ടായിട്ടില്ല. ഒരു കള്ളക്കഥ മേയാണ്. ഞാനെന്തോ പിന്നെ എനിക്ക് തീർത്ഥം തന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കയ്യിൽ വെച്ച് അങ്ങനെ ഉരച്ച് അല്ലെങ്കിൽ കൈ കഴുകിയെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു കള്ളക്കഥ. യഥാർത്ഥത്തിൽ എത്ര നീചമായിട്ടുള്ള ഒരു പ്രചാരണമാണ് അവർ നടത്തുന്നത് നോക്കുക. കാര്യം ജയിക്കാൻ വേണ്ടി 2 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും താൻ പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പിന്നെ യഥാർത്ഥത്തിൽ രണ്ടാമത് വേറൊരു വീഡിയോ അവർ ഇറക്കിയത് ഞാൻ കണ്ടു, ഞാൻ ഞെട്ടിപ്പോയി. അതായത് അത് കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം അവിടുത്തെ പ്രധാന അടുപ്പിൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നില്ല, ഞാൻ സംസാരിക്കുന്ന കാണിക്കുന്നില്ല. ഞാൻ മറ്റാരോടോ, അത് ശരത്ചന്ദ്ര പ്രസാദിനോടാണെന്ന് തോന്നുന്നു, അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയോട് ഞാനെന്തോ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറയുകയാണ്, എന്താ ഈ നമ്മളന്ന് ചെറിയ പെരുന്നാളിൻ്റെ സമയമായിരുന്നു. എല്ലാ പള്ളികളിലും മറ്റുമെല്ലാം തന്നെ നോമ്പ് തുറയുണ്ടല്ലോ. ആ നോമ്പ് തുറയുടെ കാര്യം ഞാൻ പറയുകയാണെന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ആരോടോ പറയുകയാണ്, അതിൻ്റെ നോമ്പ് തുറയുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എല്ലാ വർഷവും നോമ്പ് തുറക്കാറുണ്ട്. അത് ഞാൻ ഏതെങ്കിലും വലിയ ഹോട്ടലുകളിൽ വലിയ പ്രമാണിമാരെ വിളിച്ചൊന്നുമല്ല നോമ്പ് തുറക്കാറുള്ളത്. ഞാൻ നോമ്പ് തുറക്കാറുള്ളത്
ഒരു ദിവസം എൻ്റെ വകയായിട്ട് ഞാൻ അവിടെ 40-45 കുടുംബങ്ങളുണ്ട്, 50ഓളം വരുന്ന കുടുംബങ്ങളും മുസ്ലിം കുടുംബങ്ങളുണ്ട്. അവിടെ മോൾ സയൻസ് കോളേജിൻ്റെ മതിൽമുക്കിലാണ് അവർ താമസിക്കുന്നത്. അവർ ഏറിയ കുറവ് ആളുകൾ വളരെ പാവങ്ങളാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ചെറിയ ഷെഡെല്ലാം കെട്ടി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഒരു ദിവസം. അത് നോമ്പുറ ആ സമയത്ത് അത് അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഇപ്രാവശ്യം ചെയ്തു. ഞാൻ അത് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെയും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അമ്പലത്തിൽ നിന്നിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു വന്നു. അപ്പോൾ എത്ര വികൃതമായിട്ടാണ് ഒരിക്കലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത മതചിഹ്നങ്ങളും മതത്തിൻ്റെയും അതുപോലെ വിശ്വാസത്തിൻ്റെയും ചിഹ്നങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഒരു 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 വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നുള്ള നിലയിലാണ് ചീറിപ്പോയി എന്നുള്ളതാണ്. ഇത്രയും കള്ളം പറയാൻ പാടുണ്ടോ? രാഷ്ട്രീയം പറയുന്നേ, വികസന കാര്യങ്ങൾ പറയും, വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, വ്യാജ നിർമ്മിതി ഉണ്ടാക്കുക, അത് വലിയ സംവിധാനമാണ് അവർക്കുള്ളത്. ആ സംവിധാനം ഉപയോഗിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഏതാനും മിനിറ്റുകൾക്കകത്ത് തന്നെ ആദ്യത്തെ വീഡിയോ വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വീഡിയോ വരികയാണ്. ഇത്രയേറെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അധപ്പതിക്കേണ്ട കാര്യം എന്താ? അത് വല്ല കാര്യമുണ്ടോ? ജനങ്ങൾ വോട്ട് ചെയ്താൽ ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ, ആളുകളല്ലേ തീരുമാനിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആളുകൾ പെട്ടെന്ന് തന്നെ വോട്ടങ്ങ് കൊടുക്കുമെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. ഒരിക്കലുമില്ല. ജനങ്ങൾ അത്ര മഠയന്മാരൊന്നുമല്ല. പിന്നെ ഈശ്വരനെ വെച്ചിട്ട് കളിക്കാൻ ശ്രമിക്കുന്ന ആരും ഇതുവരെ രക്ഷപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അയ്യപ്പനെ വെച്ച് കളിച്ചവരും ജയിച്ചിട്ടില്ല, ഇവിടെ ഭദ്രകാളി വെച്ച് കളിച്ചവരും ജയിച്ചിട്ടില്ല. ഈ ഈശ്വരനെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു കരുവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമം അത് നിശ്ചയമായിട്ടും അയ്യപ്പനും ഭദ്രകാളിയും ഇവർക്ക് കണക്കിന് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വിജയം ഉറപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഇവിടെ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം 100%. അതെ.